സാറേ ഞാൻ ഓൺ ദ വേ ആണ് സാറേ. 45 മിനിറ്റ് ഞാൻ ഓഫീസിലെത്താം സാറേ. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ പള്ളിയിലേക്കല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ മീറ്റിംഗിന്റെ കേസ്. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മീറ്റിംഗ് ആണല്ലോ വലിയ കാര്യം. എന്റെ മോളെ ഇന്നത്തെ മീറ്റിംഗ് എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഡീല് ഓക്കെ ആണെങ്കിലേ നമ്മുടെ പകുതി പ്രശ്നം തരും. പെരുന്നാളിന്റെ ചെലവ് കമ്പനി കൊണ്ട് സ്പോൺസർ ചെയ്യുക. അതുകൊണ്ട് എനിക്ക് എന്തായാലും മീറ്റിംഗിൽ പോകണം. ഒരു കമ്മിറ്റിക്കാരൻ വലിയ കാര്യത്തിന് പള്ളിയിൽ പോയിട്ട് എല്ലാ കാര്യവും ഏറ്റെടുത്ത് അങ്ങോട്ട് വരും. ഒരു നോവേനയ്ക്കോ കുർബാനയ്ക്കോ വരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഉടായ്പ പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങും. മീറ്റിംഗിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. സഭയുടെ മേലധ്യക്ഷന്മാരെ എന്നേക്കും അപ്പ ഇറങ്ങണില്ലേ? ഒന്ന് ഡോറ് തുറന്നു കാണാ. കേറിയപ്പോ തന്നെ കേറിയതല്ലേ, ഞാൻ പിടിച്ചിറക്കണ. എനിക്ക് ഓർമ്മയില്ലടാ, പണ്ട് നീ കല്ലൂർ പെരുന്നാൾക്ക് പോരെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. നിന്റെ ഒരാളുടെ വാശി പുറത്താ നമ്മള് കല്ലൂർക്ക് വീട് മാറിയത്. പിന്നെ നിന്റെ എല്ലാ ശനി ഞായറും കല്ലൂര് തറവാട്ടിലായിരുന്നു. പെരുന്നാളിന് ആൾത്താരമ കയറണമെന്നായി പിന്നത്തെ നിന്റെ വാശി. അവിടുന്ന് തുടങ്ങിയതാ നിന്റെ പെരുന്നാളും കമ്മിറ്റി. ഇപ്പൊ വലിയ ആളായി, കൺവീനറായി. അവള് പറഞ്ഞാൽ എന്താടാ തെറ്റ്? കുർബാന കഴിഞ്ഞിട്ട് പോയാ പോരെ? പോയില്ല ശരിയാവില്ലപ്പാ. അപ്പം പറയാനുള്ളത് പറഞ്ഞു. എന്തായാലും നീ മാലാഖയോട് പറഞ്ഞിട്ട് പൊക്കോ. പോണ കാര്യം ഭംഗിയായിട്ട് നടക്കട്ടെ. ഹലോ സാറേ. ഹലോ ജോജി, നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വേറെ ദിവസത്തേക്ക് മാറ്റിയല്ലോ? ഏയ് എന്ത് പറ്റി സാറേ? എനിക്കൊരു എമർജൻസി ഉണ്ടായിരുന്നു. ഒക്ടോബർ 2nd വീക്ക് ഓക്കെയാണ് സാറ് രണ്ടാമത്തെ ആഴ്ച ഞാൻ ഇത്തിരി തിരക്കിലായിരിക്കും. 12-13 ഞങ്ങളുടെ പള്ളിയിൽ വിസ്ത്രപ്പയമാരുടെ ഊട്ടിത്തിരുന്നാളാണ്. പെരുന്നാളിന് സാറിനെ ക്ഷണിക്കാനും ചെറിയ സ്പോൺസർഷിപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞത്. വിരോധന ഞാൻ എന്റെ വീട്ടിലേക്ക് പോയ സാറേ. കല്ലൂര് മാലകളെ പെരുന്നാളും കൂടാം മീറ്റിംഗ് നടക്കും. ഡേറ്റ് എന്നാ വരുന്നത്? ഒക്ടോബർ 12-13 ശനി ഞായർ. ഓക്കെ ജോജി, ഞാൻ വരാം. താങ്ക് യു സാർ. സന്തോഷമില്ല അപ്പനും മോൾക്കും. ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസലായി. അവള് കാര്യമായിട്ട് പറഞ്ഞിണ്ടാവും മാലാഖയോട്. അതാവും. ഹാ, എന്ത് നല്ല ഭാര്യ. റാഫേൽ മാലാഖേ